ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് നല്ല ഓൾറൗണ്ടർ ഫോണുകൾ, അതായത് നല്ല പെർഫോമൻസ്, നല്ല ക്യാമറ, നല്ല ബാറ്ററി എല്ലാം ഒരു ഡീസൻറ്റ് ലെവലിൽ കൊടുത്തുകൊണ്ട് ഒരു ഓൾറൗണ്ടർ ഫോണുകൾ എല്ലാ സെഗ്മെന്റിലും കൃത്യമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് മോട്ടോ. അവരുടെ ഏറ്റവും പുതിയ ഒരു ട്രൂ AI ഫ്ലാഗ്ഷിപ്പ് കില്ലർ അണ്ടർ 30K എന്ന രീതിയിൽ വരുന്ന ഒരു ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, മോട്ടോ എഡ്ജ് 60 Pro. ഒരു പ്രോ ഫോൺ തന്നെയാണ്. ഒട്ടനവധി കിടിലൻ ഫീച്ചറുകളുണ്ട്. ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഫീച്ചറുകൾ പറഞ്ഞിട്ട് ബാക്കി എല്ലാം പറയുള്ളൂ. സോ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നോ. അണ്ടർ 30K ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, കാരണം പിന്നീട് വിഷമിക്കണ്ടല്ലോ. സോ ഈ കാണുന്നതാണ് മോട്ടോ എഡ്ജ് 60 Proയുടെ ബോക്സ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ തന്നെ ഫോണാണ് കാണുന്നത്. ഈ കാണുന്നതാണ്. നമുക്ക് ബ്ലൂ കളറിലാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. വീഗൻ ലെതർ ഫിനിഷ്, നല്ല പ്രീമിയം ഫിനിഷും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ ഡിസൈനെ കുറിച്ചൊക്കെ പറയാം. അതിന് മുമ്പ് ബോക്സിൽ 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്, അതേപോലെ ചാർജിങ് കേബിൾ ഉണ്ട്. ടൈപ്പ് C to Type C ചാർജിങ് കേബിൾ ആണ്. പിന്നെ വേറെ ചെറിയ ബോക്സിൽ ഡോക്യുമെന്റേഷൻ, സിം ടൂളും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബോക്സിൽ വരുന്നത്. അപ്പോൾ ഈ ബോക്സ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ അപ്പോൾ ഇതാണ് മോട്ടോ എഡ്ജ് 60 Pro എന്ന് പറയുന്ന ഫോൺ. ഒരു പ്രോ ഫോണാണ്. ഡിസൈനിൽ ഈ പ്രീമിയം വീഗൻ ലെതർ ഫിനിഷും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. നല്ല പ്രീമിയം ഫിനിഷിൽ തന്നെയാണ് ഇവർ ഫോണുകൾ കൊണ്ടുവരുന്നത്. ഒരു ക്വാഡ് കർവ് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 8.2 mm സ്ലിമ്മായ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് 186 ഗ്രാമൊക്കെ വരുന്നുള്ളൂ. വളരെ കംഫർട്ടബിൾ ആണ്. താഴെ ടൈപ്പ് C പോർട്ട്, നാനോ സിം സ്ലോട്ട്, അതേപോലെ മൈക്രോഫോൺ, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ടോപ്പിൽ ഡോൾബി അറ്റ്മോസ് ബ്രാൻഡിംഗ് ഉണ്ട്, നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ AI ബട്ടണാണ്, മോട്ടോ AIയുടെ ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം ഈ ഫോണിൻ്റെ കാര്യത്തിൽ അതിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. ഡിസൈൻ കണ്ടല്ലോ, ഏകദേശം ഫോണിൻ്റെ ഒരു ലുക്ക്, ക്വാഡ് കർവ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പക്കവായിട്ടുള്ള ഡിസൈൻ കണ്ടു മനസ്സിലാക്കിയല്ലോ. ഈ AI ഫീച്ചറുകൾ ഒട്ടനവധി നല്ല സംഭവങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അതാദ്യം പറയാം, എന്നിട്ട് ഇതിൻ്റെ ബാക്കി യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം തന്നെ പറയട്ടെ, ഇത്തവണ മോട്ടോ AI 2.0 എന്ന രീതിയിലാണ് നമ്മൾ മുമ്പിലേക്ക് എത്തുന്നത്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾ എന്ത് മൂവാണ് നടത്തേണ്ടതെന്നുള്ളതിൻ്റെ കുറേയധികം പ്രഡിക്ഷനുകൾ നമുക്ക് തരുന്നുള്ളതാണ്. വ്യക്തമായിട്ട് അത് മനസ്സിലാവണമെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ മ്യൂസിക്, പ്രൈം മ്യൂസിക് ആപ്പ് നമ്മൾ എടുത്തിരിക്കുകയാണ്. സൈഡിൽ പവർ ബട്ടൺ നമ്മളിങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ താഴെ ഈ ഓപ്ഷനുകൾ വരും. ഇവിടെ ഒരു അനലൈസിങ് കാണാം. ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ അനലൈസിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പ്ലേലിസ്റ്റ് ഉണ്ടാക്കണോ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ വരും. പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ, അതായത് മ്യൂസിക് ആപ്പാണല്ലോ മുമ്പിൽ കിടക്കുന്നത്. അപ്പോൾ അതിൽ പ്ലേലിസ്റ്റ്, മേക്ക് മ്യൂസിക് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് അപ്പോഴുള്ള നമ്മൾ റീസെൻറ്റ് കേട്ട മ്യൂസിക്കുകളുടെ ഒരു മിക്സ് ഉണ്ടാക്കും. നമുക്കത് വേണ്ട. നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു കൃത്യമായ മൂഡിനനുസരിച്ച് പ്ലേലിസ്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മോർ ആക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കുറേ ഓപ്ഷനുകൾ വരും. അതിൽ പ്ലേലിസ്റ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മളോട് ഇവിടെ ചോദിക്കാൻ പോകുന്നത് ഏത് തരത്തിലുള്ള മൂഡിലുള്ള പ്ലേലിസ്റ്റാണ് ഉണ്ടാക്കേണ്ടതെന്നാണ്. നമ്മളിതപ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് പാർട്ടി എന്ന് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിങ്കിങ്, ഈ ആപ്പ് ചിന്തിക്കാൻ തുടങ്ങും. എങ്ങനെയാണ് മോട്ടോ AI ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് അവർ തയ്യാറാക്കും. നമ്മൾ ഓപ്പൺ വിത്ത് ആമസോൺ മ്യൂസിക്കിൻ്റെ ഐക്കൺ അടക്കം വരും. അപ്പോൾ ഞാൻ അതാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതാ ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യാം. ഞാനിത് ഓപ്പൺ വിത്ത് കൊടുത്താൽ ക്രിയേറ്റിംഗ് പ്ലേലിസ്റ്റ് ഇൻ ആമസോൺ മ്യൂസിക് എന്ന് വരും. അപ്പോൾ ആമസോൺ മ്യൂസിക്കിലെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ മൂഡിനനുസരിച്ച് നമ്മൾ പോയി മ്യൂസിക് ആപ്പ് തുറന്നൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തൊന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. വളരെ ഈസിയാണ്. ഇനി നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഒരു ഫോട്ടോ നിൽക്കുന്ന സമയമാണ്. ഇങ്ങനൊരു ഫോട്ടോ ഉള്ള സമയത്ത് നമ്മൾ ഇതിൻ്റെ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ താഴെ ഇത് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങും. ആ ഫോട്ടോയ്ക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില കമാൻഡുകൾ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. അതായത് ഈ ഫോട്ടോ ഇത് റിമെമ്പർ ദിസ് എന്ന് പറഞ്ഞുകൊണ്ട് സേവ് ചെയ്ത് വെക്കണോ, അല്ലെങ്കിൽ ഇതിൻ്റെ ജനറേറ്റീവ് പോർട്രേറ്റ് ഇമേജ്, അതിനെ പോർട്രേറ്റ് ഇമേജ് ആക്കണോ, അങ്ങനെയുള്ള ആ സംഭവങ്ങളൊക്കെ താഴെ ഓപ്ഷനായിട്ട് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് സ്ക്രീനിൽ വരും. ഇനി നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മോർ ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇമേജ് സ്റ്റുഡിയോ എന്ന് പറയുന്ന സെക്ഷനിലേക്ക് കയറാൻ പറ്റും. അതിലേക്ക് കയറി കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ ഇമേജ്, ക്രിയേറ്റ് സ്റ്റിക്കർ, ക്രിയേറ്റ് അവതാർ, സ്കെച്ച് ടു ഇമേജ്, സ്റ്റൈൽ സിങ്ക്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഞാനിവിടെ ഒരു അവതാർ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് അവതാറിൽ കൊടുത്തു, ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട നല്ല സ്റ്റൈൽ അവതാറുകൾ ഉണ്ടാക്കി തരും. വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി അടുത്തൊന്നാണ് റിമെമ്പർ ദിസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പിടിക്കുന്ന മോട്ടോ എഡ്ജ് 60 Pro ബോക്സ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ച് നോട്ട് സേവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിന് നേർക്ക് ക്യാമറ ഓൺ ചെയ്ത് പിടിച്ചിട്ട് ഈ മോട്ടോ AI ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോട്ടോ ആയിട്ട് അവിടെ എടുക്കപ്പെടും. അതിന് താഴെ നോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. നമുക്ക് വേണ്ട നോട്ട് അല്ലെങ്കിൽ വോയിസ് നോട്ട് എന്താ വെച്ചാൽ ആഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു നോട്ടായിട്ട് ആ ഫോട്ടോ അവിടെ സേവ് ആയി കിടക്കും. നമുക്ക് എപ്പോൾ വേണോ അപ്പോൾ നമുക്ക് റീകോൾ ചെയ്യാൻ പറ്റും മോട്ടോ AIയോട് പറഞ്ഞുകൊണ്ട്. സോ ഇങ്ങനെ റിമെമ്പർ ദിസ് കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഇനി നമ്മൾ എന്തെങ്കിലും ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള നെക്സ്റ്റ് കൂടുതലായിട്ടുള്ള ബ്രൗസിങ്ങുകളും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് ഈ AI ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ വാട്സപ്പിൻ്റെ ഒരു ന്യൂസാണ്. ഇവിടെ ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ താഴെ ഒരുപാട് ഓപ്ഷനുകൾ വരും. വാട്സപ്പ് iOS-മായി ബന്ധപ്പെട്ട് എപ്പോഴാണ് സ്റ്റോപ്പ് ആവുന്നത്, ഏതൊക്കെ വേർഷനാണ് സ്റ്റോപ്പ് ആവുന്നത്, അങ്ങനെ കുറച്ച് റെക്കമെൻഡേഷൻ താഴെ വന്നു. അതായത് നമുക്ക് ഈ ഒരു ന്യൂസ് കാണുമ്പോൾ എന്താണോ അടുത്തതായിട്ട് സെർച്ച് ചെയ്യാൻ തോന്നുന്നത്, നമ്മുടെ നെക്സ്റ്റ് മൂവ് എന്താണോ അതാണ് ഇവിടെ നമുക്ക് സെർച്ച് ആയിട്ട് വരുന്നത്. നമുക്കപ്പോൾ അത് ടൈപ്പ് ചെയ്യേണ്ട, ഓൾറെഡി സ്ക്രീനിൽ കാണുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നെക്സ്റ്റ് സെർച്ചായി. സോ നമ്മൾ എന്താണോ സ്ക്രീനിൽ കാണിക്കുന്നത്
അതിൻ്റെ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും എന്ന് ഈ AI ഗസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി തരുകയാണ്. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. സോ മോട്ടോ AI 2.0 വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചറാണ് സ്ക്രീനിൽ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നെക്സ്റ്റ് മൂവ് പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു നല്ല സംവിധാനം. എന്താണ് ഈ സംവിധാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ഷെയർ ചെയ്യുക. എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൽ വരുന്ന മറ്റ് ചില AI ഫീച്ചറുകളെ കുറിച്ചും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ ദിസ് ഓൺ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഗതി ഇവർ പറയുന്നുണ്ട്. സ്മാർട്ട് കണക്റ്റ് ആണ്. ഇപ്പോൾ വിത്ത് AI ആണ് വരുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ ഫോണിനെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ഫോണിൻ്റെ സ്ക്രീൻ അങ്ങനെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് ഫയലുകൾ ഷെയർ ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് ഈ ഫോണിനെ ഈസി ആയിട്ട് സ്മാർട്ട് കണക്റ്റ് വഴി കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. സോ വേണ്ട രീതിയിൽ ഇവിടെ എല്ലാ ഓപ്ഷനുകളും നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണാം. വേണ്ട രീതിയിൽ ഇതെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വയർലെസ്സിൽ തന്നെ എല്ലാം കണക്ട് ചെയ്യാൻ സാധിക്കും ഈസി ആയിട്ട്. പിന്നെ പേ അറ്റൻഷൻ, അതായത് ടേക്ക് നോട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ, ഇത് പേ അറ്റൻഷൻ ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോയിസ് റെക്കോർഡിംഗ് സംവിധാനം എനേബിൾ ആവും. അവിടെ വോയിസ്, അവിടെ നടക്കുന്ന എന്ത് സൗണ്ട് ആണെങ്കിലും ആ നോയ്സ്, ആ ഒരു വോയിസിനെ, അതായത് ഒരു മീറ്റിംഗ് ആണെങ്കിൽ അവിടുത്തെ ആ ഒരു ഓഡിയോ കംപ്ലീറ്റ് ആയി റെക്കോർഡ് ചെയ്യും. അതിനെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് ഒരു ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്ത് തരികയും ചെയ്യുന്ന ഒരു സംവിധാനം. വളരെ യൂസ്ഫുള്ളായി. സോ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സേവ് ചെയ്ത നോട്ടിനെ എല്ലാം ഈ മോട്ടോ AI വെച്ചുകൊണ്ട് തന്നെ റീകോൾ ചെയ്ത് ആവശ്യ സമയങ്ങളിൽ എടുക്കാനും സാധിക്കുന്ന സൗകര്യമാണ് ഈ ഒരു ഫോണിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംഗതി അടിപൊളിയായി. ഒരു നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചർ തന്നെയാണ് 30Kക്ക് താഴെ മോട്ടോ കൊണ്ടുവന്നിരിക്കുന്നുള്ളതാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. സോ ഈ ഫോണിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഘടകമായിട്ട് തോന്നിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതെടുത്ത് പറയുന്നത്. ഇനി ഈ ഫോണിൻ്റെ സാധാരണഗതിയിലുള്ള ബാക്കി ഘടകങ്ങൾ, അതായത് ക്യാമറയെ കുറിച്ച് ആദ്യം പറയാം. അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. സാമ്പിൾ കണ്ടു നോക്കൂ. 50 മെഗാപിക്സലിൻ്റെ സോണി മെയിൻ ക്യാമറയാണ്. 50 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ പ്ലസ് മാക്രോ ക്യാമറ വരുന്നു. 50 മെഗാപിക്സലിൻ്റെ സെഗ്മെന്റ് ബെസ്റ്റ് സെൽഫി ക്യാമറ, 10 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ് വരുന്നത്. ഞാൻ പല mm എടുത്തിരിക്കുന്ന ഫോട്ടോസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്, പോർട്രേറ്റ് ഇമേജുകൾ. കണ്ടു നോക്കൂ എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്. സോ അത്യാവശ്യം നല്ല ഫോട്ടോസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു വൈഡ് ആംഗിൾ ഇമേജ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഫോട്ടോസ് എന്നുള്ളത് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക. ഫോട്ടോസ് വലിയ കുഴപ്പമില്ല. സെൽഫി 50 മെഗാപിക്സലിൻ്റെയാണ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെഗ്മെന്റ് ബെസ്റ്റ് സെൽഫി ക്യാമറ എന്നൊക്കെയാണ് അവർ പറയുന്നത്. സാമ്പിൾസ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. എന്നെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത നല്ല ഇമേജുകളായിട്ടാണ് തോന്നിയത്. ഇനി ഇതിൻ്റെ വീഡിയോ ഫ്രണ്ടിലും ബാക്കിലും 4K വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K വീഡിയോ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇതിൽ 4K വീഡിയോ HDR10+ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുതന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോ AI അഡാപ്റ്റീവ് സ്റ്റെബിലൈസേഷൻ അടക്കമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി സ്റ്റേബിളായ സ്മൂത്തായ നല്ല വീഡിയോ ആയിട്ടാണ് തോന്നിയത്. മെയിൻ ക്യാമറ, സെൽഫി ക്യാമറ എല്ലാത്തിലെടുത്ത വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കിക്കോളൂ. പിന്നെ ഇവിടെ ഓട്ടോ വീഡിയോ എൻഹാൻസ്മെന്റ് എന്ന് പറയുന്ന സംവിധാനവും വരുന്നുണ്ട്. അതായത് വീഡിയോ കുറച്ചും കൂടി എൻഹാൻസ്ഡ് ആക്കി ബെറ്റർ ക്വാളിറ്റി ആക്കി തരുമെന്നും പറയുന്നുണ്ട്. സോ മൊത്തത്തിൽ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാ സെറ്റപ്പിനും ഉള്ളതുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഇനി ഈ ഫോണിൻ്റെ അടുത്ത നല്ലൊരു ഘടകമാണ് ഡിസ്പ്ലേ. നല്ലൊരു ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. 6.7 ഇഞ്ച് വരുന്ന 1.5K സൂപ്പർ HD POLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. 96.47% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ് പറയുന്നത്. അതായത് ഏറ്റവും നല്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളും വരുന്നുണ്ട്. ബ്രൈറ്റ്നസിനൊന്നും യാതൊരു ഇഷ്യൂ ഇല്ല. ഞാൻ ഡേ ലൈറ്റും ഇൻഡോർ ലൈറ്റും ഒക്കെ ഉപയോഗിച്ച് നോക്കി. പിന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, അത്യാവശ്യം നല്ല ബേസും ഉണ്ട്. സോ നല്ലൊരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് അടക്കമുള്ള നല്ല ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കേട്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് പറയാം. പിന്നെ ഈ ഡിസ്പ്ലേയുടെ ഭാഗത്തുള്ള 1-2 കാര്യങ്ങൾ, സ്മാർട്ട് വാട്ടർ ടച്ച്, അതായത് നനഞ്ഞ കൈ കൊണ്ട് ഡിസ്പ്ലേ ടച്ച് ചെയ്താലും വർക്ക് ചെയ്യും. ഡിസ്പ്ലേ നനഞ്ഞിട്ടുണ്ടെങ്കിലും ടച്ച് ചെയ്താൽ കൃത്യമായിട്ട് വർക്ക് ചെയ്തോളൂ എന്നുള്ളൊരു ഗുണം വരുന്നുണ്ട്. പിന്നെ എഡ്ജ് ലൈറ്റിംഗ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോ അലാറം നോട്ടിഫിക്കേഷനോ കോൾ വരുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ, അത് എഡ്ജ് ലൈറ്റിലൂടെ കാണണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ലൈറ്റ് കത്തുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് എനേബിൾ ചെയ്ത് വെക്കാം. പിന്നെ ഇപ്പോൾ അലാറം അടിക്കുകയാണെങ്കിൽ ഈ സൈഡിൽ ഈ കാണുന്ന പോലെ കണ്ടോ, നിങ്ങൾക്ക് അവിടെ കാണാം. ഈ രീതിയിൽ സൈഡിൽ ഇങ്ങനെ എഡ്ജിൽ ലൈറ്റ് കത്തും. സോ വളരെ കൺവീനിയൻ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോൺ കമിഴ്ത്തി വെച്ചോ നിവൃത്തി വെച്ചോ എങ്ങനെ ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിച്ചാലും ഈ ലൈറ്റിംഗ് വർക്ക് ചെയ്യും. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. സോ ഓവറോൾ നല്ലൊരു ഡിസ്പ്ലേ വിത്ത് ലോട്ട് ഓഫ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി പെർഫോമൻസ്, അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഡൈമെൻസിറ്റി 8350 എന്ന പ്രോസറാണ്. നല്ല കിടിലം പെർഫോമൻസ് ആണ്. 30,000 താഴെ എന്ന് പറയുമ്പോൾ മോശമൊന്നും പറയാനില്ല. LPDDR5X റാമും UFS 4.0 സ്റ്റോറേജും വരുന്നുണ്ട്. റാം ബൂസ്റ്റ് ഒക്കെ വേണമെങ്കിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റോറേജിന് സ്പേസ് എടുത്തിട്ട് അത് റാമിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സംവിധാനവും ഇതിനകത്തുണ്ട്. ആൻഡ്രോയിഡ് സ്കോർക്ക് 1.5 മില്യൺ പ്ലസ് വരുന്നുണ്ട്. സോ നല്ല പെർഫോമൻസ്, അത്യാവശ്യം ഗെയിമൊക്കെ ഞാൻ അവിടെ കളിച്ച് കാണിക്കുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ട് ഗെയിമും കാര്യങ്ങളും കളിക്കാം, യാതൊരു വിഷയം വരുന്നില്ല. പിന്നെ കണക്ടിവിറ്റി കോളിലൊന്നും വേറെ ഇഷ്യൂസ് കണ്ടില്ല. 16 5G ബാൻഡോളം വരുന്നുണ്ട്. Wi-Fi 6E തന്നെയാണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്. സോ നെറ്റ്വർക്ക് കാര്യങ്ങളെല്ലാം സെറ്റാണ്. പിന്നെ ഇതിൻ്റെ UI എക്സ്പീരിയൻസ് നമുക്കറിയാം. ഓൾറെഡി മോട്ടോ ഒരു നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലൈക്ക് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുക.
ഹലോ യു ഐ എന്ന് പറയുന്ന അവരുടെ യു ഐ ആണ്. ആൻഡ്രോയിഡ് 15 വരുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. സോ 3-4 വർഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്ത് മോട്ടോയുടെ സ്മാർട്ട് കണക്ട്, ഫാമിലി സ്പേസ്, സെക്യൂർ, മോട്ടോ സെക്യൂർ അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ. പതിവ് സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇത് കൂടാതെ 6000 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ചാർജിങ്ങും 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ 30,000 താഴെ ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ കാണപ്പെടുന്ന എല്ലാതരം ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒന്നും കാണാത്ത അത്രയും നല്ല ബാറ്ററിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുമുണ്ട്. വയർലെസ് ചാർജിങ് അടക്കമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഈ ഫോണിനുണ്ട്. സോ നല്ല പെർഫോമൻസും നല്ല യു ഐ എക്സ്പീരിയൻസ്, നല്ല ബാറ്ററി എല്ലാം നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ പറയുമ്പോൾ ഡ്യൂറബിലിറ്റിയിലും കാര്യങ്ങളൊന്നും ഇവർ ഒരു കുറവും വരുത്തില്ല കേട്ടോ. അതൊക്കെ സെറ്റാണ്. മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ IP6, 8, 6, 9 റേറ്റിംഗുകൾ വരുന്നുണ്ട്. ഗോറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. സെഗ്മെന്റ് മോസ്റ്റ് ഡ്യൂറബിൾ ഫോൺ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ സ്പെക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ബെസ്റ്റ് ഡ്യൂറബിലിറ്റിക്ക് വേണ്ടുന്ന ഒരു സ്ട്രോങ് ആയ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ ഭാഗത്തൊരു കാര്യം പറയാം. ഇവർക്കൊരു വേൾഡ് ഫസ്റ്റ് സംഭവം കിട്ടിയിട്ടുണ്ട്. അതായത് DxOMark വേൾഡ് ബെസ്റ്റ് 6000 mAh ബാറ്ററി വിത്ത് 90 വാട്ട് ചാർജിങ് സെറ്റപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ കിട്ടിയിരിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. 3 കളറിലാണ് കേട്ടോ വരുന്നത്. പാൻറ്റോൺ വാലിഡേറ്റഡ് ആയിട്ടുള്ള 3 കളറിലാണ് വരുന്നത്. ഒന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബ്ലൂ കളർ, അതായത് ഡെസിലിംഗ് ബ്ലൂ എന്ന് പറയുന്ന കളർ, പിന്നെ സ്പാർക്ലിംഗ് ഗ്രേപ്പ് എന്ന് പറയുന്ന കളറുണ്ട്, ഷാഡോ എന്ന് പറയുന്ന കളറുണ്ട്. സോ 3 കളറുകൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചില പ്രത്യേകതകളും ഈ ഫോണിനുണ്ട് എന്നുള്ളതൊന്നും മനസ്സിലാക്കിയിരിക്കാം. വേറെ കഥയൊന്നുമില്ല. സോ ഓവറോൾ ഈ ഫോണിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ക്യാമറ ആയിക്കോട്ടെ, ബാറ്ററി ആയിക്കോട്ടെ, എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. പ്ലസ് ഈ മോട്ടോ AI എന്ന് പറയുന്ന പുതിയ സെപ്പറേറ്റ് ബട്ടൺ അടക്കമുള്ള മോട്ടോ AI ഫംഗ്ഷനുകൾ, പ്രത്യേകിച്ചും ഈ നെക്സ്റ്റ് മൂവിനെ കുറിച്ച് പറയുന്ന ആ ഒരു പ്രഡിക്ഷൻ പരിപാടി, അതും ഗംഭീരമായി എന്ന് തന്നെയാണ് തോന്നിയത്. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 29,999 ആണ്. ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും എല്ലാം സ്ക്രീനിലുണ്ട്. എല്ലാം വായിച്ച് നോക്കുക. എല്ലാ ഓഫറും അടക്കം തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. സോ ഓവറോൾ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല പതിവ് പോലത്തെ മോട്ടോ ഒരു ഓൾറൗണ്ടർ ഫോണാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്. താല്പര്യമായെങ്കിൽ 7-ാം തീയതിയാണ് സെയിൽ ഡേറ്റ്, മെയ് 7 കേട്ടോ. അതേപോലെ ഏപ്രിൽ 30-ാം തീയതി തൊട്ട് തന്നെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പ്രീ ബുക്കിംഗ് ചെയ്യാം. എവിടെയൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടും, Motorola.in അവരുടെ സൈറ്റിൽ കിട്ടും. അതുകൂടാണ്ട് ലീഡിംഗ് സ്റ്റോറുകളിലൊക്കെ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ കിട്ടുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാം. സോ മൊത്തത്തിലൊരു കംപ്ലീറ്റ് ഫ്ലാഗ്ഷിപ്പ് കില്ലർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ പരിഗണിക്കാമെന്ന് തോന്നുന്നു. കാരണം അതിൽ കുഴപ്പമൊന്നും പറയാനില്ല. എല്ലാതരം സംഭവങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.